ഇന്ത്യയിലെ മുഴുവൻ ബ്നേ മെനാഷെ സമൂഹത്തെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരും നെതന്യാഹു. നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ ബ്നേ മെനാഷെ സമൂഹത്തെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരും. അടുത്തിടെ ഇസ്രായേലിലേക്ക് കുടിയേറിയ ബ്നേ മെനാഷെ സമൂഹത്തിൽ നിന്നുള്ള പുതിയ കുടിയേറ്റക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ബെന്യാമിന് നെതന്യാഹു പറഞ്ഞു. ധനമന്ത്രി ബെസലേൽ സ്മോത്രിച്ച്, അലിയ ഇന്റഗ്രേഷൻ മന്ത്രി ഓഫീർ സോഫർ, നോഫ് കലാലിൽ മേയർ റോണൻ പ്ലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വർഷാരംഭം മുതൽ വടക്കുകിഴക്കന് ഇന്ത്യയിലെ ബ്നേ മെനാഷെ സമൂഹത്തിൽ നിന്ന് ഏകദേശം 600 പേര് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ 600 പേർ കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്കുകിഴക്കന് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 6000 പേർ അടങ്ങുന്ന മുഴുവൻ ബ്നേ മെനാഷെ സമൂഹത്തെയും 5 വർഷത്തിനുള്ളിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനുള്ള അലിയ ഇന്റഗ്രേഷൻ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അംഗീകരിച്ച സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇവരുടെ കുടിയേറ്റം. നമ്മുടെ തലമുറയിൽ സിയോനിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രവചന ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ വ്യക്തമായ തെളിവാണ് ഈ കൂടിവരവ്. ധനമന്ത്രി ബെസലേൽ സ്മോത്രിച്ച് പറഞ്ഞു. നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ ബ്നേ മെനാഷെ സമൂഹത്തെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരും. അടുത്തിടെ ഇസ്രായേലിലേക്ക് കുടിയേറിയ ബ്നേ മെനാഷെ സമൂഹത്തിൽ നിന്നുള്ള പുതിയ കുടിയേറ്റക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ബെന്യാമിന് നെതന്യാഹു പറഞ്ഞു. ധനമന്ത്രി ബെസലേൽ സ്മോത്രിച്ച്, അലിയ ഇന്റഗ്രേഷൻ മന്ത്രി ഓഫീർ സോഫർ, നോഫ് കലാലിൽ മേയർ റോണൻ പ്ലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വർഷാരംഭം മുതൽ വടക്കുകിഴക്കന് ഇന്ത്യയിലെ ബ്നേ മെനാഷെ സമൂഹത്തിൽ നിന്ന് ഏകദേശം 600 പേര് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ 600 പേർ കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്കുകിഴക്കന് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 6000 പേർ അടങ്ങുന്ന മുഴുവൻ ബ്നേ മെനാഷെ സമൂഹത്തെയും 5 വർഷത്തിനുള്ളിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനുള്ള അലിയ ഇന്റഗ്രേഷൻ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അംഗീകരിച്ച സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇവരുടെ കുടിയേറ്റം. നമ്മുടെ തലമുറയിൽ സിയോനിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രവചന ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ വ്യക്തമായ തെളിവാണ് ഈ കൂടിവരവ്. ധനമന്ത്രി ബെസലേൽ സ്മോത്രിച്ച് പറഞ്ഞു.